ചിക്കൻ കൊണ്ടൊരു കൊറിയാണ്ടർ ചിക്കൻ ഉണ്ടാക്കാം, അതായത് മല്ലിയില ചിക്കൻ. അതിനായി 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ, അത് നമ്മൾക്ക് കുറച്ച് മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അതിനായി 1 കപ്പ്, വലിയൊരു കപ്പ് മല്ലിയില, 1 കുടം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി കഷ്ണമാക്കിയത്, പിന്നെ ഒരു 15 പച്ചമുളക്. ഇതിന് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, പകരം പച്ചമുളകാണ് ചേർക്കുന്നത്. 1/2 കപ്പ് തൈര്, ഒരു 5 മീഡിയം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 12 കാഷ്യൂ, അത് ലാസ്റ്റ് അരച്ച് ചേർക്കണം. പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, വെള്ളം ആവശ്യത്തിന്, ചെറിയൊരു തക്കാളി അരിഞ്ഞത്, സ്പൈസസ്, പെരുംജീരകം, കുരുമുളക്, തക്കോലം, പട്ട, ബേ ലീവ്സ്, ഗ്രാമ്പു, ഏലക്ക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായി നമുക്കിത് പേസ്റ്റാക്കി എടുക്കാം. ഇത് അരച്ച് പേസ്റ്റാക്കുന്നതിനായി നമ്മൾ മിക്സിയുടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ആദ്യം നമുക്ക് മല്ലിയില ചേർക്കാം. പിന്നീട് നമുക്ക് പച്ചമുളക് ചേർക്കാം, വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. പിന്നെ 1/2 കപ്പ് തൈര് ചേർക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നമുക്കിത് മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കി എടുക്കാം. നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് പേസ്റ്റാക്കി എടുക്കാം. മല്ലിയില അരച്ച പേസ്റ്റ് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് ഒരു 1/2 മണിക്കൂർ വെക്കും. എല്ലാം ഒന്ന് പിടിക്കട്ടെ. ഉള്ളി വഴറ്റുന്ന സമയം കുറച്ച് കസൂരി മേത്തി കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉരുവയില പൊടിച്ചത്. നമ്മളിതിൽ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊന്ന് ചൂടായിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ സ്പൈസസ് എല്ലാം കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ഉള്ളി ചേർക്കാം. ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്ക് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് ഈ ഓയിലൊന്ന് മൂക്കട്ടെ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെറുതായി ഒന്ന് വഴന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അത് ഈ ഓയിലൊന്ന് മൂപ്പിക്കാം. എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് ചെറിയ തക്കാളി അരിയാം. ഉടയുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി ഇപ്പോൾ ഒരുവിധം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർക്കാം. അതും ഇതോടൊപ്പം മിക്സ് ചെയ്യും. ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം.
ചിക്കൻ ചേർത്തെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഇളക്കി അടച്ചു വെച്ച് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഏകദേശം 6-7 മിനിറ്റായി. നമുക്ക് അടപ്പൊന്ന് തുറക്കാം. കറിയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ടൈം കൂടി എടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അടപ്പൊന്ന് തുറക്കാം. കറിയൊക്കെ വെന്ത് ഏകദേശം കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ലോ ഫ്ലെയിമാക്കി കാഷ്യൂ അരച്ച പേസ്റ്റ് ചേർക്കാം. വീണ്ടും അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഉണ്ട്. ഇത് മൊത്തം 15 മിനിറ്റായി ഈ കറി ഉണ്ടാക്കാൻ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. മല്ലിയില ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇനി കുറച്ച് വറ്റുള്ളൂ. അതിൻ്റെ അടപ്പൊന്ന് തുറക്കാം. കറിയെല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടെ അതിൻ്റെ മുകളിലോട്ട് വിതറാം. മല്ലിയില ചിക്കൻ മസാല റെഡി.